വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി വിവാദത്തിനിടെ നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കുകയാണ്. കോൺഗ്രസിലെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പ് മറികടന്ന് നികുതി നിർദ്ദേശം മുഖ്യമന്ത്രി ധനബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബുധനാഴ്ചയാണ് ധനബിൽ സഭയിൽ വരിക. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചേക്കും. ബജറ്റിലെ ധനാഭ്യർത്ഥനമേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടക്കുന്നുണ്ട്. വി അരുൺ ചേരുന്നു. അരുണ്, നേരത്തെ പറഞ്ഞതുപോലെ VM സുധീരന്റെ എതിർപ്പുണ്ട്. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരസ്യമായി സ്പീക്കർ അദ്ദേഹം പറഞ്ഞിരുന്നു മതനയവുമായി ബന്ധപ്പെട്ട് പൊതുജന വികാരം കണക്കിലെടുക്കണം എന്നുള്ളത്. ഇത്രയധികം എതിർപ്പുള്ളപ്പോഴാണ് സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അത് മുന്നണി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്ന് പറയുമ്പോഴും നടപ്പിലാക്കും എന്ന നിലയിൽ തന്നെയാണോ ഇപ്പോൾ മുഖ്യമന്ത്രി ഉള്ളത്? നടപ്പിലാക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ താല്പര്യം. പക്ഷേ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത്ര കടുത്ത എതിർപ്പ് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ക്ലോസ് ഇട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ധനബിൽ പാസ്സായാലും അത് ഈ തീരുമാനം നടപ്പാകില്ല. അതായത് വീര്യം കുറഞ്ഞ മദ്യം ഈ കുറഞ്ഞ നികുതിയോടുകൂടി വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. എക്സൈസ് മന്ത്രി അടക്കം പറഞ്ഞത് എക്സൈസിൻ്റെ നിർണായകമായ ഇളവുകൾ അല്ലെങ്കിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുണ്ടായാൽ മാത്രമേ മദ്യം വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. ധനബിൽ പാസ്സാകും. അത് ബുധനാഴ്ചയാണ് ധനബിൽ സഭയിൽ വരുന്നത്. അത് അവതരിപ്പിച്ച് പാസ്സാകും. പക്ഷേ അതുമായി മുന്നോട്ട് പോകുക അത്ര എളുപ്പമല്ല സർക്കാരിന്. UDF-ൽ എതിർപ്പുണ്ട്, മുസ്ലിം ലീഗിൻ്റെ എതിർപ്പുണ്ട്. അതുപോലെ PM സുധീരൻ ശക്തമായ നിലപാട് ഇപ്പോഴും ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു. സാധാരണ സ്പീക്കർമാരുടെ രാഷ്ട്രീയ അഭിപ്രായം പറയാറുള്ളതല്ല. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി തന്നെ അതിലും വന്നു. അദ്ദേഹം വരേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുമ്പോൾ ആ സബ്ജക്ട് കമ്മിറ്റിയിൽ തിരുവഞ്ചൂരും അംഗമായിരുന്നു. പക്ഷേ തിരുവഞ്ചൂർ ആ സബ്ജക്ട് കമ്മിറ്റിയിൽ ഈ വീര്യം കുറഞ്ഞ മദ്യം ഇടതു സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വീര്യം കുറഞ്ഞ മദ്യം എന്ന നിർദ്ദേശം അദ്ദേഹം എതിർത്തില്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ തിരുവഞ്ചൂരിന് ആ വിഷയത്തിൽ വിശദീകരിക്കേണ്ടി വന്നത്. ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി മുന്നോട്ട് പോകേണ്ട നിലപാടാണ് അദ്ദേഹവും പരസ്യമായി പറഞ്ഞത്. അതുകൊണ്ടൊക്കെ തന്നെ അത്ര എളുപ്പമല്ല സതീശന് ഈ തീരുമാനമായി മുന്നോട്ട് പോകാൻ. ഏതായാലും ധനബിൽ മറ്റന്നാൾ സഭയിൽ വരും, അത് പാസ്സാക്കും. ഇങ്ങനെ ഈ വിവാദം കത്തുനിൽക്കുന്നതിനിടെയാണ് ഇന്ന് വീണ്ടും സഭാ സമ്മേളനം ചേരുന്നത്. ബജറ്റിൻ്റെ വകുപ്പ് തിരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും ഇന്ന് സഭയിൽ നടക്കേണ്ടത്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും വാഹന നികുതി ഉൾപ്പെടെയുള്ള മറ്റു വകുപ്പുകളുടെയും ചർച്ച ഇന്ന് നടക്കും. സ്വാഭാവികമായും ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ആശയക്കുഴപ്പവും അതുപോലെ തന്നെ രണ്ട് അഭിപ്രായവും ഒക്കെ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും. കോൺഗ്രസിന് വേണ്ടി സംസാരിക്കുന്നവരും അതിൽ നിലപാടെടുക്കും. വളരെ പ്രധാനപ്പെട്ട ചർച്ച അതുമായി ബന്ധപ്പെട്ട് തന്നെയാകും ഇന്നും സഭയിൽ നടക്കാൻ പോകുന്നത്. ധനബിൽ ബുധനാഴ്ചയാണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും സഭയിലുണ്ടാകും. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. അതിൻ്റെ പേരിലുള്ള വൈദ്യുതി കട്ടുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഒരു മണിക്കൂറിലേറെ പലയിടങ്ങളിലും പല സമയങ്ങളിലായി വൈദ്യുതി മുടങ്ങുന്നുണ്ട്. ഈ വിഷയം ഇന്ന് പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നുമുണ്ട്. ശരി, ഇന്ന് നിയമസഭാ സമ്മേളനമുണ്ട്. എന്തൊക്കെയാണ് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും സഭയിലെ ഇന്നത്തെ നിലപാടുകൾ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.